നമസ്കാരം. 2026 ഫെബ്രുവരി 1 മുതൽ ഫെബ്രുവരി 7 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തു നിന്നോ വിദേശ വിപണനം വഴിയോ ധനാഗമനം ഉണ്ടാകും. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ദൂരയാത്രകൾ വേണ്ടിവരികയും അവ സംബന്ധമായിട്ടുള്ള രേഖകൾ പ്രത്യേകം സൂക്ഷിക്കുകയും വേണം. തൊഴിൽ മാറ്റത്തിന് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. ബിസിനസ് കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. വിദ്യാർത്ഥികൾക്ക് മടി അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. പരീക്ഷകളിൽ മികവ് പുലർത്തുന്നതാണ്. സൗഹൃദങ്ങൾ വർദ്ധിച്ചു വരും. ധനച്ചിലവുകളും വർദ്ധിക്കും. ഭാവിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങളും ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല ശ്രദ്ധ പുലർത്തി തീരുമാനമെടുക്കേണ്ടതാണ്. പ്രണയബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഭാര്യാഭർത്താക്കന്മാരും ക്ഷമയോടെ ആശയവിനിമയം നടത്തി മുന്നോട്ടു പോകേണ്ടതാണ്. എതിർലിംഗക്കാരുമായുള്ള സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. കാൽപാദങ്ങൾക്ക് വേദന, രക്തദൂഷ്യങ്ങൾക്കും സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല മുന്നേറ്റമുണ്ടാകും. മേലധികാരിയുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകും. വീട് മാറി താമസിക്കുന്നതിനും ദൂരയാത്രകൾക്കും സാധ്യതയുണ്ട്. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദേശ വിപണനം സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലും ആശയവിനിമയം ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ വിള്ളലുകളില്ലാതെ മുന്നോട്ടു പോകാനാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കുന്നതാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ബന്ധുമിത്രാദികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുന്നതിനും പനി, തൊണ്ടവീക്കം എന്നിവയും അനുഭവപ്പെടുന്നതാണ്. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുകയും നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ചെയ്യുക. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങൾ വരുത്തുന്നതിനും വേണ്ടി ചിന്തിക്കുന്നതാണ്. ചില വെല്ലുവിളികളെ നേരിടേണ്ടതായി വരും. അപ്രതീക്ഷിതമായ ധനാഗമനത്തിന് ഇടയാകും. ചിലവുകളും ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് നീതിയുക്തമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങളെ തരണം ചെയ്തു പോകാനാകും. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനാകും. ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിവാഹാലോചനകൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. ആഡംബര വസ്തുക്കൾ ലഭിക്കും. ആത്മീയ താൽപ്പര്യം വർദ്ധിക്കും. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ക്ഷമാശീലം ഉണ്ടാകേണ്ടതാണ്. രക്തദൂഷ്യങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട്. മഹാദേവന് ധാര സമർപ്പിക്കുകയും ഹനുമാൻ ചാലിസ നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. കർക്കിടകക്കൂറ് പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. പദവി മാറ്റം ഉണ്ടായേക്കാം. കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും. മേലധികാരിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. സർക്കാരിന് പിഴയടയ്ക്കേണ്ടതായി വന്നേക്കാം. ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. ബിസിനസ് രംഗം വിപുലപ്പെടുത്തിയെടുക്കുവാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മടി അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും ചിലവുകളും വർദ്ധിച്ചു നിൽക്കും. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചികിത്സകൾ പ്രയോജനപ്രദമാകും. മുറിവ്, ചതവ്, പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ്.
ആഹാരകാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. ചിങ്ങക്കൂറ് മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തുണ്ടായിട്ടുള്ള വെല്ലുവിളികളെ തരണം ചെയ്തു പോകാനാകും. ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനാകും. രാഷ്ട്രീയക്കാർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുവാനും ആകും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ലാഭങ്ങൾ പ്രതീക്ഷിക്കാം. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകും. വിവാഹാലോചനകൾ വന്നു ചേരുമെങ്കിലും ഗ്രഹനിലകൾ പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സ്വത്ത് സംബന്ധമായി കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകും. രോഗശമനം ഉണ്ടാകുമെങ്കിലും ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് 100 പാലും സമർപ്പിക്കുക. കന്നിക്കൂറ് ഉത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലെടുത്ത് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായും സേവന മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനും ആകും. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ബിസിനസ് രംഗം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നതാണ്. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനാകും. ധനവരവിനും ധനച്ചിലവിനും ഇടയാകും. കടബാധ്യതകൾ വീട്ടി തീർക്കാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എതിർലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവ പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട്. സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങളും ഉദര സംബന്ധമായ അസ്വസ്ഥതകളും ഉണ്ടാകാം. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നല്ല ഉയർച്ചകൾ ഉണ്ടാകും. ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും. ഇതുവരെയുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്തു പോകാനാകും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ശത്രുക്കളുടെ ശല്യം കുറയും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണകരമാണ്. ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകും. വരുമാന വർധനവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാകും. ധനസ്ഥിതിയിൽ ഉയർച്ചയുണ്ടാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. ഈശ്വരവിശ്വാസം വർദ്ധിപ്പിച്ചെടുത്ത് മനപ്രയാസങ്ങൾ അകറ്റുക. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ബന്ധുക്കളുമായി ആശയവിനിമയത്തിൽ ശ്രദ്ധ പുലർത്തണം. മാനസിക സംഘർഷങ്ങളും ഉദരക്ലേശങ്ങളും ഉണ്ടായേക്കാം. ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നതാണ്. യോഗ ശീലമാക്കുക. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ശിവാഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കഠിന പ്രയത്നത്തിന് ഫലം കാണാനാകും. ധൈര്യത്തോടെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടും. ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് നീങ്ങുന്നതാണ്. മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുന്നതാണ്. തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബിസിനസ് രംഗത്ത് പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. അമിത ആത്മവിശ്വാസം ദോഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വീട്, ഭൂമി, വാഹനം എന്നിവയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ്. കുടുംബജീവിതത്തിൽ സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സംഘർഷം വർദ്ധിക്കുന്നതിനും ഉദരക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. യോഗ ശീലമാക്കുക. ശനീശ്വരന് എള്ള് പായസം, വിഷ്ണു സഹസ്രനാമം നിത്യവും ജപിക്കുകയും ചെയ്യുക. ധനുക്കൂറ് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാകും.
വാക്കുകൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ബിസിനസ് മെച്ചപ്പെടുത്തിയെടുക്കുവാനാകും. പഠിതാക്കൾക്ക് തിളങ്ങാനാകും. ഉയർന്ന പരീക്ഷകളിൽ ഏർപ്പെടുന്നവർക്ക് വിജയിക്കാനും ആകും. കർമ്മരംഗം വഴിയോ ബിസിനസ് രംഗം വഴിയോ ധനാഗമനം ഉണ്ടാകും. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകും. വിലപിടിപ്പുള്ള രേഖകൾ പരിശോധിക്കേണ്ടതുണ്ട്. മനസ്സമാധാനക്കുറവ്, ഭയം എന്നിവ ഉണ്ടാകാം. മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ട് ഈശ്വരചിന്ത കൂടുതലായി വേണം. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളും സന്ധിവേദന, നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. തൈറോയ്ഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാം. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും ശിവ അഷ്ടോത്തരം നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്. മകരക്കൂറ്. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗുണപ്രദമാണ്. ബിസിനസ്സിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകും. മത്സരബുദ്ധി വർദ്ധിക്കും. ധനപരമായി ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വിവാഹകാര്യങ്ങൾക്ക് അനുകൂല വാരമാണ്. പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ബന്ധുക്കളുമായി നല്ല സ്നേഹബന്ധം പുലർത്താൻ ആകും. ഉദര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഹാര ക്രമീകരണങ്ങളും ഉണ്ടാകേണ്ടതാണ്. മൈഗ്രെയിൻ പോലുള്ള രോഗങ്ങൾ അലട്ടാം. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. കുംഭക്കൂറ്. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിദേശ ബന്ധമുള്ള ജോലികൾക്ക് ഗുണകരമായിരിക്കും. ദൂരയാത്രകൾ വേണ്ടിവരും. കഠിന പ്രയത്നത്താൽ ഫലം കാണാനാകും. ആശയവിനിമയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ബിസിനസ്സിലും അല്പം ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണം. പ്രധാന തീരുമാനങ്ങളെല്ലാം മറ്റുള്ളവരുമായി കൂടിയാലോചിച്ച് എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂല വാരമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്ത് ചില ചിലവുകൾ ഉണ്ടാകാം. വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി ശുഭചിലവുകൾ കുടുംബത്ത് ഉണ്ടാകും. ഉറക്കക്കുറവ്, കാൽപാദങ്ങൾക്ക് വേദന എന്നിവ അനുഭവപ്പെടാം. കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾക്കും സാധ്യതയുണ്ട്. നാഗങ്ങൾക്ക് വിളക്ക് വയ്ക്കുകയും ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, ഗണപതി മന്ത്രം നിത്യേന ഉരുവിടുകയും ചെയ്യുക. മീനക്കൂറ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വിവിധ നേട്ടങ്ങൾക്ക് ഇടയാകും. ശത്രുശല്യം കുറയും. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. തൊഴിൽ സംബന്ധമായോ പഠന ആവശ്യങ്ങൾക്കായോ ദൂരദേശ യാത്രകൾ വേണ്ടിവരും. ബിസിനസ്സിൽ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല. നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. മത്സര പരീക്ഷകളിൽ വിജയിക്കാനാകും. കഠിനാധ്വാനത്തിന് ഫലം കാണാനാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുമെങ്കിലും ധനച്ചിലവുകളും വന്നു ചേരും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വഴി ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായേക്കാം. ദൂരയാത്രകൾ വേണ്ടി വരുന്നതാണ്. കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും ചിലവുകളും അധികരിച്ചു നിൽക്കും. യോഗ ശീലമാക്കുക. ഈശ്വരചിന്ത വർദ്ധിപ്പിച്ചെടുക്കണം. ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയും കാൽപാദങ്ങൾക്ക് വേദന, പേശീവേദന, ഉറക്കക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ്. കുടുംബത്തുള്ളവർക്ക് ആർക്കെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനും ചികിത്സകളും ആവശ്യമായി വന്നേക്കാം. മഹാവിഷ്ണുവിന് തൃക്കൈവെണ്ണ സമർപ്പിക്കുകയും ശനി ഗായത്രി നിത്യവും ജപിക്കുന്നതും ഉത്തമമാണ്.